ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ മിർഡാൽസ് തിയറി ഓഫ് സർക്കുലർ കോസേഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മിർഡാൽസ് തിയറി ഓഫ് സർക്കുലർ കോസേഷൻ നമുക്ക് എന്താണ് നോക്കാം. മിർഡാൽസ് തിയറി ഓഫ് സർക്കുലർ കോസേഷൻ ഈസ് എ കോൺസെപ്റ്റ് ഫ്രം ദ വർക്ക് ഓഫ് സ്വീഡിഷ് എക്കണോമിസ്റ്റ് ഗുണാവ് മിർഡാൽ. ഇദ്ദേഹം സ്വീഡിഷ് എക്കണോമിസ്റ്റ് ആണ്. ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനാണിത്. ഹൂ യൂസ്ഡ് ഇറ്റ് ടു എക്സ്പ്ലെയിൻ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇൻഇക്വാളിറ്റീസ്, അതായത് എക്കണോമിക് ഇൻഇക്വാളിറ്റി, അസമത്വങ്ങൾ, സാമൂഹിക അസമത്വങ്ങൾ, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ തിയറി ഇദ്ദേഹം ഉപയോഗിച്ചത്. ഓക്കെ, ആൻഡ് ഡെവലപ്മെൻറ്റ് ഡൈനാമിക്സ്, അതായത് ഒരു രാജ്യത്തിൻ്റെ വികസനത്തിലുണ്ടാകുന്ന ആ ഒരു ഡൈനാമിക്സ്, ആ ചേഞ്ചസ്, അതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇദ്ദേഹം ഇത് ഉപയോഗിച്ചത്. ഇനി നമുക്കിതിലെ കീ കോൺസെപ്റ്റ്സ് നോക്കാം. കീ കോൺസെപ്റ്റ്സ് ഓഫ് മിർഡാൽ സർക്കുലർ കോസേഷനിൽ ഒന്നാമത്തത് ഇൻ്റർ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ആണ്. അതായത് രണ്ട് വേരിയബിൾസ് പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളത്. അതായത് മിർഡാൽ ആർഗ്യൂഡ് ദാറ്റ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഫാക്ടേഴ്സ്, അതായത് സാമൂഹികവും സാമ്പത്തികമായിട്ടുള്ള ആ ഫാക്ടേഴ്സ്, ആ ഘടകങ്ങൾ ഇൻഫ്ലുവൻസ് ഈച്ച് അതർ, അത് അവയാണ് പരസ്പരം ആശ്രയിച്ചിരിക്കുന്നത്, ഒന്നിനെ സ്വാധീനിക്കുന്നുള്ളത്. ഓക്കെ, ഇൻ എ സർക്കുലർ ആൻഡ് ക്യുമുലേറ്റീവ് വേ, അത് സർക്കുലർ ആയിരിക്കും, അത് ഒന്നിൻ്റെ റീസൺ മറ്റേതിനെ ബാധിക്കും, അതിൻ്റെ റീസൺ അടുത്തതിനെ ബാധിക്കും, അങ്ങനെ അത് കൂടി വരും. അതാണ് ക്യുമുലേറ്റീവ് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, പോവർട്ടി ലീഡ്സ് ടു പുവർ എഡ്യൂക്കേഷൻ, അതായത് ദാരിദ്ര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പുവർ എഡ്യൂക്കേഷൻ ആയിട്ട് മാറുകയാണ്. അതായത് അവർക്ക് കുട്ടികൾ പഠിക്കാൻ പോകാത്ത സാഹചര്യം വരിക, അത് പുവർ എഡ്യൂക്കേഷനിലേക്ക് വരികയാണ്. അപ്പം ഈ പുവർ എഡ്യൂക്കേഷൻ കാരണം വിച്ച് ഇൻ ടേൺ പെർപ്പച്വേറ്റ്സ് പോവർട്ടി, അതായത് പിന്നെ സ്ഥിരമായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ സ്ഥായിയായിട്ടൊരു പോവർട്ടി ഉള്ള ഒരവസ്ഥയിലേക്ക്, അത് പോവർട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്രിയേറ്റിംഗ് എ സെൽഫ് റീഇൻഫോഴ്സിങ് സൈക്കിൾ, ഇതിങ്ങനെയാണ് ഒരു ഒന്നിനെ റീഇൻഫോഴ്സ് ചെയ്യുന്ന രീതിയിലൊരു സൈക്കിളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത രണ്ടാമത്തത് ക്യുമുലേറ്റീവ് കോസേഷൻ, അതായത് ക്യുമുലേറ്റീവ്, അത് കൂടിക്കൊണ്ടിരിക്കുന്ന, അത് കോസേഷൻ എന്ന് വെച്ചാൽ നമ്മൾ അർത്ഥം മനസ്സിലാക്കണം, ഒന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന അതിനെയാണ് കോസേഷൻ എന്ന് പറയുന്നത്, കാര്യകാരണ ബന്ധം എന്ന് പറയും. അപ്പം ഇത് വരുന്നത് വൺസ് എ പ്രോസസ് സ്റ്റാർട്ട്സ്, അത് ആ മീനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു തവണ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ടെൻസ് ടു റീഇൻഫോഴ്സ് ഇറ്റ് സെൽഫ്, അത് അതിനെ തന്നെ എന്ത് ചെയ്യും, റീഇൻഫോഴ്സ് ചെയ്യും. അത് ആ ഉണ്ടായ കാര്യം കൂടി വരുന്നതിന് വേണ്ടിയിട്ട് അത് റീഇൻഫോഴ്സ് ചെയ്യും. ഓക്കെ, ഫോർ ഇൻസ്റ്റൻസ്, ഉദാഹരണം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. റീജിയൻസ് ദാറ്റ് ആർ എക്കണോമിക്കലി ഡിസഡ്വാൻറ്റേജ്ഡ് ഫേസ്, അതായത് ഒരു എക്കണോമിയിലെ ചില റീജിയൻസ്, ചില പ്രദേശങ്ങൾ എക്കണോമിക്കലി ഡിസഡ്വാൻറ്റേജ്ഡ് ആണ്, അവർ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ചില റീജിയൻസ്. വേഴ്സണിങ് കണ്ടീഷൻസ് ബിക്കോസ് ഇനിഷ്യൽ ഡിസഡ്വാൻറ്റേജ്, അതായത് അവരുടെ കണ്ടീഷൻ തന്നെ വർഷൻ ചെയ്യുകയാണ്, അത് തന്നെ കൂടി വരികയാണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇനിഷ്യൽ ഡിസഡ്വാൻറ്റേജസ്, അതായത് ഒരു ഉദാഹരണത്തിന് ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, അവർക്ക് വേണ്ടത്ര ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, റോഡ് വികസനമില്ല, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി, ടെലികമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. അപ്പോൾ ഈ വികസനം ഇല്ലാത്തത് കൊണ്ട് അട്രാക്ട് ലെസ് ഇൻവെസ്റ്റ്മെൻറ്റ്, അവിടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കുറയും. അതായത് ബിസിനസ്സുകളൊന്നും അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നില്ല, കാര്യം അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി കുറവാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് പ്രൊഡക്ഷൻ നടന്ന് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടന്നാൽ മാത്രമേ ആ ലൊക്കാലിറ്റി വികസിക്കത്തുള്ളൂ. അപ്പം വിച്ച് ലീഡ്സ് ടു ഫെർദർ സ്റ്റാഗ്നേഷൻ, അത് വീണ്ടും പട്ടിണിയിലേക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക്, ആ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് നയിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെക്കാട്ടിലും കൂടിയ ഒരു അവസ്ഥയിലേക്ക് നയിക്കുന്നതാണ് ക്യുമുലേറ്റീവ് കോസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തെന്ന് പറയുന്നത് ഡൈവേർജൻറ്റ് ഡെവലപ്മെൻറ്റ്, അതായത് അകന്നു പോകുന്ന, അതായത് വികസനം അകന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള മീനിങ്. അതായത് മിർഡാൽ സജസ്റ്റഡ് ദാറ്റ് ഇൻഇക്വാളിറ്റീസ് ബിറ്റ്വീൻ റീജിയൻസ്, അതായത് രണ്ട് റീജിയൻ തമ്മിലുള്ള ഇൻഇക്വാളിറ്റി, അസമത്വങ്ങൾ, ഇങ്ങനെ ആ ഗ്യാപ്പ് വൈഡൻ ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ എന്തുകൊണ്ടാണ്? അല്ലെന്നുണ്ടെങ്കിൽ റീജിയൻസ് ഓർ ഗ്രൂപ്പ്സ് വൈഡൻ ഓവർ ടൈം ഡ്യൂ ടു ദിസ് സർക്കുലർ പ്രോസസ്. നേരത്തെ പറഞ്ഞ സർക്കുലർ പ്രോസസ് മൂലം രണ്ട് റീജിയൻ തമ്മിലുള്ള ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് വൈഡൻ, അതിൻ്റെ ഗ്യാപ്പ് കൂടിക്കൊണ്ടിരിക്കും. ഒരു ഏരിയ നല്ല വികസിച്ചുകൊണ്ടിരിക്കും, മറ്റേ ഏരിയ പഴയ രീതിയിൽ തന്നെ തുടരും, അല്ലെങ്കിൽ അതിനെക്കാട്ടിയും വേഴ്സണായിട്ട് തുടരും. ഓക്കെ, അൺലെസ് എക്സ്റ്റേണൽ ഇൻ്റർവെൻഷൻസ് ഡിസ്റപ്റ്റ് ദ സൈക്കിൾ, അല്ലെങ്കിൽ ഈ സൈക്കിളിനെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഇടപെടൽ എന്ത് ചെയ്യില്ലെന്നുണ്ടെങ്കിൽ, ഇത് ഒരു ഫോഴ്സ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ സൈക്കിൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും, ആ ഏരിയ കൂടുതൽ വേഴ്സൺ ആയിക്കൊണ്ടിരിക്കും. അപ്പം ദിസ് ഈസ് ബിക്കോസ് അഡ്വാൻറ്റേജ്ഡ് ഏരിയാസ് അട്രാക്ട് മോർ റിസോഴ്സ്, അത് നമുക്കറിയാം. അഡ്വാൻറ്റേജ് ആയിട്ടുള്ള, അതായത് ഇൻഫ്രാസ്ട്രക്ചർ കൂടുതലുള്ള ഏരിയാസ് കൂടുതൽ റിസോഴ്സ് അട്രാക്ട് ചെയ്യും, അവിടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൂടുതൽ നടക്കും, അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കും, സ്കിൽഡ് ലേബറിനെ അട്രാക്ട് ചെയ്യും. വൈൽ ഡിസഡ്വാൻറ്റേജ് ഏരിയാസ് കണ്ടിന്യൂ ടു ഫാൾ ബിഹൈൻഡ്, ഇത് ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഏരിയാസ് എന്ത് ചെയ്യും, പഴയതുപോലെ പിന്നോക്കം നിൽക്കുന്ന അവസ്ഥ തുടർന്നുകൊണ്ടിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് മനസ്സിലാക്കാം, അതായത് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അതിൽ ഒന്നാമത്തത് റീജിയണൽ ഡിസ്പാരിറ്റീസ് ആണ്, പ്രാദേശികമായിട്ടുള്ള ഒരു അന്തരം മനസ്സിലാക്കുന്നത്. അതായത് എക്സ്പ്ലെയിൻസ് വൈ റിച്ച് റീജിയൻസ് കണ്ടിന്യൂ ടു ഗ്രോ റിച്ച്, അതായത് റിച്ച് ആയിട്ടുള്ള റീജിയൻസ്, സമ്പന്നമായിട്ടുള്ള പ്രദേശങ്ങൾ കൂടുതൽ റിച്ച് ആയിക്കൊണ്ടിരിക്കും, വൈൽ പുവർ റീജിയൻസ് സ്റ്റാഗ്നേറ്റ്, അതായത് ദരിദ്രമായിട്ടുള്ള പ്രദേശങ്ങൾ കൂടുതൽ സ്റ്റാഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്, അത് കൂടുതൽ അരക്ഷിതാവസ്ഥ തുടർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഈ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അടുത്തത് സോഷ്യൽ ഇൻഇക്വാളിറ്റീസ്, സാമൂഹിക അസമത്വങ്ങൾ, അതായത് ഇറ്റ് ഹെൽപ്സ് അണ്ടർസ്റ്റാൻഡ് the
പെർപ്പച്വേഷൻ ഓഫ് പോവർട്ടി, അതായത് സ്ഥിരമായിട്ട് നിൽക്കുന്ന ദാരിദ്ര്യം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാം. അതുമാത്രമല്ല അതുമായിട്ട് ഇൻ്റർ കണക്ട് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. അതിലൂടെയാണ് അത് മനസ്സിലാക്കുന്നത്. ത്രൂ ഇൻ്റർ കണക്റ്റഡ് ഫാക്ടേഴ്സ് ലൈക്ക് ഹെൽത്ത്, പിന്നെ എഡ്യൂക്കേഷൻ ആൻഡ് എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ്, ഇതെല്ലാം ഈ ദാരിദ്ര്യത്തിന് കാരണമാകുന്ന ഇൻ്റർ കണക്റ്റഡ് ഫാക്ടേഴ്സാണ്. ഇതെല്ലാം മനസ്സിലാക്കുന്നതിന് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് എക്കണോമിക് പോളിസി. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എംഫസൈസസ് ദ നീഡ് ഫോർ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ, അതായത് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ, അതിൻ്റെ ആവശ്യകത ഇത് മനസ്സിലാക്കുന്നു. ഓക്കെ, അത് എടുത്തു കാട്ടുന്നു. എന്തിനാണ്? ടു ബ്രേക്ക് നെഗറ്റീവ് സൈക്കിൾസ്. ഞാൻ നേരത്തെ പറഞ്ഞ നെഗറ്റീവ് സൈക്കിൾസ് ബ്രേക്ക് ചെയ്യണം, ഇൻവെസ്റ്റ്മെൻറ്റിൽ കൊണ്ടുവരണം. സച്ച് ആസ് ത്രൂ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ അണ്ടർ ഡെവലപ്ഡ് ഏരിയാസ്. അതാണ് അതിന് ഉദാഹരണം. ഇനി നമുക്കിതിന് നല്ലൊരു ഉദാഹരണം നോക്കാം. ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്, അതായത് വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ ലോ ഇൻകം ലീഡ്സ് ടു ലോ സേവിങ്സ്. മനസ്സിലായല്ലോ? ലോ ഇൻകം ആണെന്നുണ്ടെങ്കിൽ അത് ലോ സേവിങ്ങിൽ ആൾക്കാർ സേവ് ചെയ്യുന്നില്ല. ഈ ആൾക്കാരുടെ കയ്യിൽ സേവിങ്സ് ഇല്ലാത്തത് കൊണ്ട് ലോ ഇൻവെസ്റ്റ്മെൻറ്റ്, അവർ കൂടുതൽ ഇൻവെസ്റ്റും ചെയ്യുന്നില്ല, നിക്ഷേപം നടക്കുന്നില്ല, പുതിയ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. വിച്ച് ഇൻ ടേൺസ് ലീഡ് ടു ലോ പ്രൊഡക്ടിവിറ്റി. അതെന്തിലേക്ക് നയിക്കും? ഈ പുതിയ ബിസിനസ്സുകൾ തുടങ്ങിയാലേ പ്രൊഡക്ട്സുകൾ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ലോ പ്രൊഡക്ടിവിറ്റിയിലേക്ക് നയിക്കും. ആൻഡ് ഗ്രോത്ത്. അപ്പോൾ ഈ പുതിയ പ്രൊഡക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ആ എക്കണോമിയുടെ ഗ്രോത്തിന് തടസ്സമായി നിൽക്കുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പം ദിസ് റിസൾട്ട്സ് ഇൻ പെർസിസ്റ്റൻ്റ് പോവർട്ടി. അപ്പോൾ സ്ഥായിയായിട്ട് നിൽക്കുന്ന ഒരു ദാരിദ്ര്യത്തിന് അവിടെ ഇത് കാരണമാകുന്നു. ഡെമോൺസ്ട്രേറ്റിംഗ് സർക്കുലർ കോസേഷൻ. അപ്പോൾ ഇതാണ് ഈ സർക്കുലർ കോസേഷൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യം. നമുക്കിനി ഇതിൻ്റെ പോളിസി ഇംപ്ലിക്കേഷൻസ് നോക്കാം. ഏതൊക്കെ പോളിസിയിൽ നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ളത്. അതായത് മിർഡാൽ അഡ്വക്കേറ്റഡ് ഫോർ സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻ, അതായത് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ, അതാണ് സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി അദ്ദേഹം വാദിക്കുന്നുണ്ട്, മിർഡാൽ വാദിക്കുന്നുണ്ട്. ടു ബ്രേക്ക് ദീസ് സൈക്കിൾസ്. ഞാൻ നേരത്തെ പറഞ്ഞ സൈക്കിൾസ് ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടി. അത് ഓൾറെഡി പറഞ്ഞതാണ്. ഇപ്പം പോളിസീസിലേക്ക് അവിടെ എന്തൊക്കെ വരാം, ഇതാണ് ഇമ്പോർട്ടൻ്റ്. അതായത് സബ്സിഡീസ് കൊടുക്കാം, അവിടെ അത് ബ്രേക്ക് ചെയ്യുന്നതിനാണ് ഉള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ എഡ്യൂക്കേഷൻ റിഫോംസ് കൊടുക്കാം, വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ, ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കൊടുക്കാം ഇൻ ഡിസഡ്വാൻറ്റേജ് ഏരിയാസ്, അത് പിന്നോക്കം നിൽക്കുന്ന ഏരിയകളിൽ. കുഡ് ക്രിയേറ്റ് എ പോസിറ്റീവ് സൈക്കിൾ ഓഫ് ഗ്രോത്ത്. അപ്പോൾ അവിടെ എന്തുണ്ടാവും? പോസിറ്റീവ് സൈക്കിൾ ഓഫ് ഗ്രോത്ത് ഉണ്ടാവും. ആൻഡ് റെഡ്യൂസ് ഇൻഇക്വാളിറ്റി, അസമത്വങ്ങൾ അവിടെ കുറയും. ഓക്കെ, അത് ഒരു പോളിസി ഇംപ്ലിക്കേഷനാണ്. അടുത്തത് മിർഡാൽസ് തിയറി ഈസ് എ ഫൗണ്ടേഷണൽ കോൺസെപ്റ്റ് ഇൻ ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ്. ഇത് ഡെവലപ്മെൻറ്റ് എക്കണോമിക്സിൽ ഒരു ഫൗണ്ടേഷണൽ കോൺസെപ്റ്റാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലുസ്ട്രേറ്റിംഗ് ദ ഇൻ്റർ കണക്റ്റഡ്നെസ്, അതായത് പരസ്പരം കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു അവസ്ഥ ഓഫ് സോഷ്യൽ ആൻഡ് എക്കണോമിക് സിസ്റ്റം, അതായത് സാമൂഹികവും സാമ്പത്തികമായിട്ടുള്ള അവസ്ഥകൾ എങ്ങനെ കണക്ട് കിടക്കും എന്നുള്ളത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അഡ്രസ്സിങ് സിസ്റ്റമാറ്റിക് ഇൻഇക്വാളിറ്റീസ് കോംപ്രഹെൻസീവ്ലി. അതായത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇൻഇക്വാളിറ്റീസ്, അതായത് മുറയ്ക്ക് വരുന്ന, അതായത് ഒന്നിന് പിറകെ ഒന്നായിട്ട് വരുന്ന ഈ ഇൻഇക്വാളിറ്റീസ്, അസമത്വങ്ങൾ എങ്ങനെയാണ് നല്ല രീതിയിൽ വിശാലമായിട്ട് നല്ല കോംപ്രഹെൻഡ് ആയിട്ട് പഠിക്കുന്നതിൻ്റെ ഒരു ആവശ്യകതയും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.